ഹലോ, ജനുവയുടെ ഫസ്റ്റത്തെ ദിവസമാണ് കേട്ടോ സ്കൂളിൽ പോകുന്നത്. അപ്പോൾ അവർക്കൊന്ന് പ്രവേശനോത്സവമാണ്. അപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി എന്താ പറയുക, ക്രീമൊക്കെ തേച്ച് പൗഡറൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അവനെ സെറ്റാക്കി റെഡിയാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവനക്ക് ഒട്ടും വയ്യ, നല്ല പനിയുണ്ട് അവൻ്റെ മുഖത്ത്. ഒട്ടും വയ്യ. എനിക്ക് 2 ദിവസം തുടങ്ങിയിട്ട് നമ്മൾ മെഡിസിനൊക്കെ എടുക്കണ്ടായിരുന്നു. പക്ഷെ എന്തായാലും അവനക്ക് പനി എന്താ പറയുക, മെഡിസിൻ കൊടുക്കുന്ന ടൈമിൽ പനി മാറും, പിന്നെ വീണ്ടും വരും, അങ്ങനെയായിരുന്നു. എന്നാലും മഴയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ നല്ല കോട്ടൊക്കെ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ പോണ വഴിക്ക് ഇങ്ങനെ മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ നനയണ്ടല്ലോ. അപ്പോൾ ജനവാഹനായിട്ടൊക്കെ അങ്ങനെ ഞങ്ങൾ നേരെ പോയി. പോകുന്ന വഴിക്കൊക്കെ മഴ പെയ്ത് ആകെ ചെളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒട്ടും വയ്യ എൻ്റെ മോനക്ക്. എന്തായാലും മെഡിസിൻ കൊടുക്കുന്നുണ്ട്. അത് ഫിക്സിൻ്റെ ഒരു ചെറിയ ഇഷ്യൂ ഉള്ള കാരണം നമുക്ക് ടെൻഷനുണ്ട്. 2 വർഷം മുന്നെയാണ് വന്നത്. പിന്നെ അതിന് ശേഷം നമുക്ക് വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ചെന്നപ്പോൾ ചെന്നിട്ടൊരു ഭയങ്കര ഹാപ്പി. അവിടെയുള്ളൊരു പാവേനെ അവർ ഫസ്റ്റ് തന്നെ പിള്ളേർ വലിയൊരു പാവേനൊക്കെ ഇങ്ങനെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ നമ്മൾ ഒരു 10:30ക്കാണ് മീറ്റിംഗ് പറഞ്ഞ് നമ്മൾ എത്തുമ്പോൾ തന്നെ 11:30 ആയിട്ടുണ്ടായിരുന്നു. ചെന്നിട്ട് എണീപ്പിച്ചൊക്കെ ഒന്ന് സെറ്റാക്കണമായിരുന്നല്ലോ. എൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണ് കേട്ടോ, അവൾക്ക് ഉണ്ടായിരുന്നു. അവൾ UKG-ലാണ്. അപ്പോൾ അവളുടെ ഒരു ചെറിയ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചെന്നിട്ട് അവിടെ ചെന്നു. പെട്ടെന്ന് തന്നെ ടീച്ചറടുത്ത് സംസാരിച്ചപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ വിളിച്ചു. അപ്പോൾ ഫസ്റ്റത്തെ ഒരു അക്ഷരം എഴുതിപ്പിക്കുന്ന ഒരു ഇതായിരുന്നു അവിടെ, അത് ചെയ്തു. പിന്നെ സ്കൂളിലേക്ക് വരുന്ന ഒരു ചെറിയ ചെളിയൊക്കെ ഉണ്ടായിരുന്നു, മഴ പെയ്തിട്ടാവണം. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവിടെ നമുക്കൊരു ഹോർലിക്സൊക്കെ തന്നു, പിന്നെ ലഡു ഒക്കെ തന്നായിരുന്നു കേട്ടോ. ചെന്നിട്ട് പിന്നെ അതൊന്നും കഴിക്കില്ല. പിന്നെ ക്ലാസ്സിലും ജസ്റ്റ് ഒന്ന് ഇരുത്തി അവനക്ക് ക്രയോൺസും അവൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു സംഭവം കാർഡും ഒരു മിഠായിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് കിട്ടിയപ്പോൾ സന്തോഷമായി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ID കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു എല്ലാ കുട്ടികൾക്കും. പിന്നെ നമ്മുടെ ഈ പാവ വന്നപ്പോൾ തുടങ്ങി ചെന്നിട്ട് ചോദിച്ചിരുന്ന ഒരാളായിരുന്നു ഈ പാവ. അപ്പോൾ അത് നമ്മൾ ആ ക്ലാസ് റൂമിലൊക്കെ വന്ന് കുറച്ച് നേരം പിള്ളേരൊക്കെ അതിനെ കെട്ടിപ്പിടിച്ച് അതിനായിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ അവിടെ തന്നെ നമ്മുടെ അവിടെ വന്ന ആ ഒരു ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചോദിക്കുന്നുണ്ട് എന്തും പാവയുടെ മുഖത്ത് അവിടെ എന്താ ചെവി ഇങ്ങനെ, അതെന്താ അങ്ങനെ, ഇവിടെ എന്താ കളർ, അങ്ങനെയൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അപ്പം പിന്നെ അവിടെ ഒഴുകണ ഐറ്റം ഒക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിള്ളേർ കളിക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ എല്ലാം അവിടെയൊക്കെ ചെളിയുണ്ട് മഴ പെയ്തിട്ട് കേട്ടോ. പക്ഷെ എന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല, ആൾ ഒഴുകി സെറ്റായി. പക്ഷെ എന്നാലും ഇവിടെ നിന്ന് ഒരു ജസ്റ്റ് ഇത് കണ്ടപ്പോൾ ആൾ ആക്റ്റീവ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ സ്കൂളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അവനക്ക് പനി വീണ്ടും സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് പിന്നെ അവർ ആക്ടിവിറ്റി റൂമായിരുന്നു. പോണ വഴിക്ക് അവനിങ്ങനെ ഓരോന്ന് ചെയ്യണം കണ്ടപ്പോൾ ടീച്ചർ തന്നെ വന്നിട്ട് ഇതെന്താ പറയുക, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എണീപ്പിച്ചൊക്കെ നോക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയി. അപ്പോഴേക്കും ചുമയൊക്കെ തുടങ്ങി. പിന്നെ ഒട്ടും വയ്യ. ജനവാക്ക് ആ സംഭവം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, പൂരത്തിന് പോയി വരണ പോലെ ഞാനത് പിടിച്ചിട്ട് പോയായിരുന്നു. പിന്നെ പോകുന്ന വഴി നമുക്ക് കുറച്ച് പച്ചക്കറി എടുക്കാനുണ്ടായിരുന്നു, അതൊക്കെ എടുക്കാൻ പോയി. പിന്നെ ഒട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ചായ കുടിച്ച് കൊണ്ടുവരുമ്പോഴേക്കും നല്ല പനി, നമുക്കൊക്കെ ആകെ മാറുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മെഡിസിൻ വാങ്ങണമായിരുന്നു. അപ്പോൾ മെഡിസിൻ മേടിച്ചു. നോക്കുമ്പോൾ നല്ല പനിയുണ്ടായിരുന്നു. നേരെ വീട്ടിൽ പോയി മെഡിസിനൊക്കെ കൊടുത്തിട്ട് പിന്നെ അവനൊക്കെ എടുത്ത് ഉറക്കി കേട്ടോ.